വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം സൂറത്തു യൂസുഫിലെ 1 മുതൽ 61 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നാം പഠിച്ചു മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാഹ്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സഹോദരങ്ങൾ ഭക്ഷണം തേടിക്കൊണ്ട്, ധാന്യങ്ങൾ തേടിക്കൊണ്ട് മിസ്റിൽ വരികയും യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയോട് തങ്ങളുടെ കഥകൾ പറയുകയും യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് അടുത്ത വരവിൽ നിങ്ങളുടെ ഉപ്പ വഴിക്കുള്ള സഹോദരനെ, അഥവാ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ നേരെ അനുജനെ കൊണ്ടുവരണമെന്നും അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്ന് ധാന്യം ലഭിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, അവർ അവരുടെ മാക്സിമം ശ്രമിക്കാം, ഉപ്പയോട് കാര്യങ്ങൾ ആവശ്യപ്പെടാം, ഞങ്ങൾ അങ്ങനെ ചെയ്യുക തന്നെ ചെയ്യും എന്ന് അവർ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറയുകയും ചെയ്തു. അത്രയും കാര്യങ്ങളാണ് 61-ാമത്തെ ആയത്ത് വരെ നാം കാണുന്നത്. ഇൻഷാ അള്ളാഹ് അതിന് ശേഷമുള്ള സംഭവങ്ങൾ എന്താണ് എന്ന് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال لفتيانه اجعلوا بضاعتهم في رحالهم لعلهم يعرفونها إذا انقلبوا إلى أهلهم لعلهم يرجعون. فلما رجعوا إلى أبيهم قالوا يا أبانا منع منا الكيل فأرسل معنا أخانا نكتل وإنا له لحافظون.
قال هل آمنكم عليه إلا كما أمنتكم على أخيه من قبل فالله خير حافظا وهو أرحم الراحمين. ولما فتحوا متاعهم وجدوا بضاعتهم ردت إليهم قالوا يا أبانا ما نبغي هذه بضاعتنا ردت إلينا ونمير أهلنا ونحفظ أخانا ونزداد كيل بعير ذلك كيل يسير. قال لن أرسله معكم حتى تؤتون موثقا من الله لتأتونني به إلا أن يحاط بكم فلما آتوه موثقهم قال الله على ما نقول وكيل. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സഹോദരങ്ങൾക്ക് ഓരോ ആളുകൾക്കും ഒരു ഒട്ടകത്തിന് വഹിക്കാവുന്ന രൂപത്തിലുള്ള ധാന്യങ്ങൾ നൽകിയതിന് ശേഷം അടുത്ത വരവിൽ സഹോദരനെയും കൊണ്ടുവരണം എന്നാവശ്യപ്പെടുകയും അവർ അത് അംഗീകരിക്കുകയും ചെയ്തതിന് ശേഷം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വഖാല ലിഫിതിയാനിഹി അദ്ദേഹം തൻ്റെ ബാല്യക്കാരോട് പറഞ്ഞു. ഫത എന്ന് പറഞ്ഞാൽ യുവാവ് അല്ലെങ്കിൽ ബാല്യക്കാരൻ അല്ലെങ്കിൽ ഖാദിം സേവകൻ. അതിൻ്റെ ജംആണ് ഫതയാൻ വ ഫതവാൻ വ ഫിതിയാൻ. ഫത എന്ന യുവാവ് അല്ലെങ്കിൽ ബാല്യക്കാരൻ എന്നതിൻ്റെ ജംആണ് ബഹുവചനമാണ് ഫിതിയാൻ.
അപ്പോൾ വഖാല ലിഫിറ്റിയാനിഹി, അദ്ദേഹം തൻ്റെ സേവകന്മാരോട്, ബാല്യക്കാരോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഇജ്അലൂ ബിദാഅതഹും ഫീ റിഹാലിഹിം. ഇജ്അലൂ, നിങ്ങളാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വെക്കുക, ബിദാഅതഹും, അവർ കൊണ്ടുവന്ന ചരക്കുകളെ, അവർ കൊണ്ടുവന്ന അഥവാ ധാന്യം വാങ്ങാൻ വേണ്ടി അതിനു പകരമായി കൊണ്ടുവന്ന മതാഉകൾ, വിഭവങ്ങൾ, ചരക്കുകൾ, അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇജ്അലൂ, ജഅല യജ്അലു, ജഅല ഇജ്അലൂ, നിങ്ങളാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വെക്കുക, ബിദാഅതഹും, അവർ കൊണ്ടുവന്ന ചരക്കുകളെ, കച്ചവട വസ്തുക്കളെ എവിടെ വെക്കണം? ഫീ റിഹാലിഹിം, അവരുടെ റിഹാലുകളിൽ വെക്കണം. റിഹാൽ എന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുവന്ന പല അർത്ഥങ്ങളുമുള്ള ഒരു വേർഡാണ് റിഹാൽ. വാഹനത്തിന് റിഹാൽ എന്ന് പറയും, ഭാണ്ഡത്തിന് റിഹാൽ എന്ന് പറയും. അപ്പോൾ അവർ കൊണ്ടുവന്ന ധാന്യങ്ങൾ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടുവന്ന വലിയ ചാക്കുകൾ, ധാന്യം ശേഖരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഭാണ്ഡം, അതിനാണ് റിഹാൽ എന്ന് പറയുന്നത്. ആ റിഹാലിൽ അത് വെക്കാൻ വേണ്ടി പറഞ്ഞു. വർ-റിഹാലു ജംഉ റഹ്ലിൻ, റഹ്ലിൻ്റെ ജംആണ് റിഹാൽ. വർ-റിഹാലു ജംഉ റഹ്ലിൻ. ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് വർ-റിഹാലു ജംഉ റഹ്ലിൻ വദാലിക ജംഉൽ കസീരി ഫഅമ്മൽ ഖലീലു മിനൽ ജംഇ മിൻഹു ഫഹുവ അർഹുലുൻ. ധാരാളമുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് റിഹാൽ എന്ന് ഉപയോഗിക്കുന്നത്. എന്നാൽ വളരെ കുറച്ചാണ്, എന്നാൽ മൂന്നിൽ കൂടുതലുണ്ടെങ്കിൽ അർഹുൽ എന്ന് പറയും. എന്നാൽ ഇത് ഒരുപാട് ഭാണ്ഡങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ട് ആണ് അവിടെ റിഹാൽ എന്ന് പറഞ്ഞത്. അപ്പോൾ അവർ കൊണ്ടുവന്ന ഭാണ്ഡങ്ങളിൽ, ചാക്കുകളിൽ, കെട്ടുകളിൽ അവർ കൊണ്ടുവന്ന വസ്തുക്കളെ അതിൽ തിരിച്ചു വെക്കണമെന്ന് പറഞ്ഞു. എന്തിനാണ്? ലഅല്ലഹും യാരിഫൂനഹ, അവർ അത് മനസ്സിലാക്കിയേക്കാം എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയതാണ്, ധാന്യം വാങ്ങാൻ വേണ്ടി ധാന്യത്തിന് പകരമായി കൊണ്ടുപോയതാണ്, പക്ഷേ അത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എടുത്തിട്ടില്ല, തിരിച്ചതിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട്. അതാണ് ലഅല്ലഹും യാരിഫൂനഹ, അവർക്ക് അവരുടെ ബിളാഅത്ത് തിരിച്ചറിയാൻ വേണ്ടി. അറഫ യഅരിഫു അർഫൻ വഉർഫാന, ലഅല്ലഹും യഅരിഫൂനഹ, അവർ അത് അറിയാൻ വേണ്ടി. ഇദാ ഖലബൂ ഇലാ അഹ്ലിഹിം, അവരുടെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോയതിന് ശേഷം. ഇൻഖലബ യൻഖലിബു ഇൻഖിലാബൻ, മടങ്ങിപ്പോവുക. ഇദാ ഖലബൂ ഇലാ അഹ്ലിഹിം, അവരുടെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോയാൽ അവർ തിരിച്ചറിയണം അവരുടെ ബിളാഅത്തുകൾ, അവരുടെ വസ്തുക്കൾ, കച്ചവട വസ്തുക്കൾ, ചരക്കുകൾ തിരിച്ചു നൽകപ്പെട്ടിരിക്കുന്നു. ലഅല്ലഹും യർജിഊൻ, അവർ മടങ്ങിയേക്കാം. ലഅല്ലഹും യർജിഊൻ, അവർ മടങ്ങി വന്നേക്കാം. റജഅ യർജിഉ റുജൂഅൻ, ലഅല്ലഹും യർജിഊൻ, അവർ മടങ്ങി വന്നേക്കാം. അപ്പോൾ ഇവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മഹനീയമായ ഉത്കൃഷ്ടമായ സ്വഭാവ വിശേഷണമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കാരണം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സഹോദരന്മാരെ തിരിച്ചറിഞ്ഞു. തന്നെ പൊട്ടക്കിണറ്റിലിട്ടവരാണ് എന്നറിയാം, തന്നെ കൊന്നുകളയാൻ ഗൂഢാലോചന നടത്തിയവരാണ് എന്നറിയാം, എല്ലാം അറിയാം. എന്നിട്ടും അവർക്കെല്ലാവർക്കും, ഒരാൾക്ക് പോലും കുറഞ്ഞു പോകാതെ വന്ന ആളുകൾക്കൊക്കെ മാന്യമായി ഒരു ഒട്ടകത്തിന് വഹിക്കാവുന്ന ധാന്യം, ഭക്ഷ്യവസ്തുക്കൾ നൽകി. അതിനു പുറമെ അക്കാലഘട്ടത്തിൽ ദീനാറിനേക്കാളും ദിർഹമിനേക്കാളും, ചില മുഫസ്സിരിങ്ങളെങ്കിലും ബിളാഅത്ത് എന്നതിന് മാൽ എന്നർത്ഥം പറഞ്ഞിട്ടുണ്ട്, അവർ കൊണ്ടുവന്ന ധനം എന്നർത്ഥം പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അവർ കൊണ്ടുവന്ന ധനം, ബിളാഅത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ നിലക്ക് കച്ചവട വസ്തുക്കൾക്ക് പറയുന്ന വേർഡാണ്. അക്കാലഘട്ടത്തിൽ ഒരു വസ്തുവിനു പകരം മറ്റൊരു വസ്തു കൊടുക്കുക എന്നതായിരുന്നു രീതി, അധിക രീതിയും. കറൻസിയും ഇന്നത്തെ പോലെയുള്ള സ്വർണം, വെള്ളി, നാണയങ്ങൾ വ്യാപകമായിട്ടില്ല. മറിച്ച് കച്ചവട വസ്തുക്കൾ, ഒരു വസ്തു അങ്ങോട്ട് കൊടുക്കും, പകരം മറ്റൊരു വസ്തു വാങ്ങും. ആ ഒരു രീതിയായിരുന്നു. അതുകൊണ്ടാണ് ഈ ബിളാഅത്തൊക്കെ അവർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന എന്തിനാണ്? അതിനു പകരം ധാന്യം എന്ന നിലക്കാണ്. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അത് സ്വീകരിച്ചില്ല. മറിച്ച് അവരറിയാതെ, അതവരോട് പറഞ്ഞതുമില്ല, വേണ്ടാന്ന് പറഞ്ഞില്ല. മറിച്ച് അവരറിയാതെ ബാല്യക്കാരോട് പറഞ്ഞു, അവർ പകരം കൊണ്ടുവന്നത്, അത് ധനമാകട്ടെ
ഇനി സ്വർണമോ വെള്ളിയോ ആകട്ടെ, ഇനി അതല്ല മറ്റു വസ്തുക്കളാകട്ടെ, എന്താണെങ്കിലും ശരി അത് തിരിച്ച് അവരുടെ ഭാണ്ഡങ്ങളിലേക്ക് തന്നെ വെക്കണം. ഇജ്അലൂ ബിളാഅതഹും ഫീ റിഹാലിഹിം ലഅല്ലഹും യഅരിഫൂനഹാ ഇദാ ഖലബൂ ഇലാ അഹ്ലിഹിം ലഅല്ലഹും യർജിഊൻ. 2 ലക്ഷ്യങ്ങളാണ്. ഒന്നവർ തിരിച്ചറിയണം ഇതവർ കൊണ്ടുപോയത് തന്നെ അത് അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല, അപ്പോൾ അദ്ദേഹം വളരെ നല്ല ഒരു മനുഷ്യനാണ്, മാന്യനാണ്. അതുകൊണ്ട് എന്തായാലും അദ്ദേഹം സഹോദരനെ കൊണ്ടുവരാൻ പറഞ്ഞ സ്ഥിതിക്ക് സഹോദരനെ നമ്മൾ കൊണ്ടുപോകണം. കാരണം അത്രയും നമ്മോട് അദ്ദേഹം കാരുണ്യം കാണിച്ചിരിക്കുന്നു, ഹൃദയവിശാലത കാണിച്ചിരിക്കുന്നു. അതുകൊണ്ട് മടങ്ങി വരണമെന്നവർക്ക് തോന്നാം. അതേപോലെ തന്നെ ലഅല്ലഹും യർജിഊൻ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് ഇതൊരു പക്ഷേ അവരോട് എടുക്കാൻ മറന്നുപോയതാണെങ്കിലോ, അതുകൊണ്ട് എന്തായാലും ഇത് കൊണ്ടുപോയി തിരിച്ചു കൊടുക്കണം. കാരണം ഒരു പക്ഷേ ഇത് അവിടെ വാങ്ങി വെക്കാൻ മറന്നുപോയതായിരിക്കും. അതുകൊണ്ട് അവർ വീട്ടിലെത്തിയതിന് ശേഷം വീണ്ടും തിരിച്ചു വരും. ആ തിരിച്ചു വരാനുള്ള ഒരു ഘടകം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ അവശേഷിപ്പിക്കുകയാണ്. അവർ നാട്ടിൽ പോയിട്ട് വീണ്ടും എന്ത് ചെയ്യണം? തിരിച്ചിങ്ങോട്ട് തന്നെ വരണം. ആ വരവിൽ തൻ്റെ സഹോദരനെയും കൂട്ടണം. ഈ നിലക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഹാനായ അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നത്, ഖീല പറയപ്പെട്ടിട്ടുണ്ട്, അഥവാ അഹ്ലു തഅ്വീലിൻ്റെ ആളുകൾ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അത് ചെയ്തത് വ്യത്യസ്ത ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്. അതിലൊന്ന് ഖശിയ യൂസുഫു അലൈഹിസ്സലാം അല്ലാ യകൂന ഇൻദഹും ബിളാഅത്തുൻ ഉഖ്റാ യർജിഊന ലിൽ മീറതി ബിഹാ. കാരണം ധാന്യം കിട്ടണമെങ്കിൽ പകരം എന്തെങ്കിലും കൊടുക്കണം. അപ്പോൾ നിലവിൽ ഇത് ഞാൻ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇനി രണ്ടാമതും പോയിട്ട് വീണ്ടും ഒരിക്കൽ കൂടി വരാൻ അവരുടെ അടുത്ത് ബിളാഅത്ത് ഉണ്ടാവില്ല. അപ്പോൾ അവർ വരാതിരിക്കും. അങ്ങനെ സംഭവിക്കരുത്. അതുകൊണ്ട് വീണ്ടും വരാൻ, ധാന്യം വാങ്ങാൻ ബിളാഅത്ത് അവർക്ക് വേണമല്ലോ. അതിനാണ് അദ്ദേഹം അത് കൊടുത്തയച്ചത്. കാരണം അവർ മടങ്ങി വരിക എന്നത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. തൻ്റെ അനുജനെ കാണുക എന്നുള്ളതും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. വഖീല, മറ്റു ചില മുഫസ്സിറുകൾ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്, തദമ്മമ അൻ യഖുദ മിൻ അബീഹി വ ഇഖ്വതിഹി ഇവളൻ അനി ത്വആം. താൻ രാഷ്ട്രത്തിൽ വലിയ ഒരു സ്ഥാനം വഹിച്ചിരിക്കെ തൻ്റെ പിതാവിൽ നിന്നും സഹോദരന്മാരിൽ നിന്നും പകരം വാങ്ങിയിട്ട് ഭക്ഷണം കൊടുക്കുന്നത് അദ്ദേഹത്തിന് വലിയ പ്രയാസം തോന്നി. കാരണം തൻ്റെ ഉപ്പാക്കും ഉമ്മാക്കുള്ള ഭക്ഷണമാണ് ഈ കൊണ്ടുപോകുന്നത്, തൻ്റെ സഹോദരങ്ങൾക്കുള്ള ഭക്ഷണമാണ് ഈ കൊണ്ടുപോകുന്നത്. അവരോട് അവരുടെ സഹോദരനായ ഞാൻ എങ്ങനെ പണം പറ്റും, അല്ലെങ്കിൽ പകരം സാധനങ്ങൾ വാങ്ങും? അതുകൊണ്ട് അത് അദ്ദേഹത്തിന് വളരെ പ്രയാസം തോന്നി. അതുകൊണ്ടാണ് തിരിച്ച് ഏൽപ്പിച്ചിട്ടുള്ളത്. വഖീല, ഇങ്ങനെയും പറയപ്പെട്ടു, അറാദ അൻ യറുദ്ദഹും ഇദാ വജദൂഹാ ഫീ മതാഇഹിം തഹർറുജൻ വതവറുഅൻ ലിഅന്നഹു യഅലമു ദാലിക മിൻഹും വല്ലാഹു അഅലം. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തൻ്റെ സഹോദരന്മാരെ കുറിച്ച് അറിയാം. ഒരു അസൂയ കൊണ്ടും മറ്റും അവർക്കങ്ങനെ സംഭവിച്ചെങ്കിലും പ്രത്യക്ഷത്തിൽ അവരിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരും നല്ലവരും അവരിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വസ്തുക്കൾ അവരുടെ കൈകളിൽ കണ്ടാൽ കൊണ്ട് ഇത് നമുക്കങ്ങനെ ചെയ്യാൻ പാടില്ല, നമ്മൾ ധാന്യം വാങ്ങി അതിന് പകരം കൊടുക്കേണ്ടതല്ലേ, അതിങ്ങോട്ട് തന്നെ മടക്കപ്പെട്ടിരിക്കുന്നു, അത് ശരിയാവൂല, അതുകൊണ്ട് അത് തിരിച്ചു കൊടുക്കണം എന്നുള്ള നിലക്ക് ചിന്തിക്കുന്നവരുണ്ടാകാം. ആ നിലക്കും അത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആ നിലക്ക് ചിന്തിച്ചിട്ടാണ് അങ്ങനെ നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ വേറെ ചില ഉലമാക്കൾ പറഞ്ഞു, ഇനി മറ്റൊരു വർഷത്തേക്ക് കൊണ്ടുവരാൻ. കാരണം വരൾച്ചയുടെ കാലഘട്ടത്തിൽ ഭക്ഷണത്തിനാണ് ആളുകൾ പ്രാധാന്യം കൊടുക്കുക. ഭക്ഷണം കൊടുത്ത് മറ്റു വസ്തുക്കൾ വാങ്ങാൻ സാധ്യതയില്ല വരൾച്ചയുടെ കാലഘട്ടത്തിൽ. മറിച്ച് കയ്യിലുള്ളത് എന്തും കൊടുത്ത് ഭക്ഷണം കിട്ടണമെന്നേ ആഗ്രഹിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ കൈകളിലുള്ളതൊക്കെ കൊടുത്ത് അവർ ഭക്ഷണം വാങ്ങും. ഭക്ഷണം കൊടുത്ത് മറ്റു വസ്തുക്കൾ വാങ്ങാൻ സാധ്യതയുമില്ല. എന്നിരിക്കെ എൻ്റെ ഉപ്പയുടെ ഉമ്മയുടെ അല്ലെങ്കിൽ എൻ്റെ തറവാട്ടിൽ വേറെയൊന്നുമില്ലെങ്കിൽ അവർ വീണ്ടും പട്ടിണി കിടക്കേണ്ടി വരുമല്ലോ എന്ന ചിന്തയും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉണ്ടായിരിക്കാം. ആ നിലക്ക് എല്ലാ അർത്ഥത്തിലും തൻ്റേതായ സ്വാധീനവും മറ്റും ഉപയോഗിച്ച് തൻ്റെ മാതാപിതാക്കൾക്ക് ഒരു വലിയൊരു ഇഹ്സാൻ ചെയ്യുക, തൻ്റെ സഹോദരന്മാർക്ക് ഒരു വലിയ നന്മ ചെയ്യുക എന്ന അർത്ഥത്തിലാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അപ്രകാരം ചെയ്തിട്ടുള്ളത് എന്നാണ് തഫ്സീറിൽ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വല്ലാഹു തബാറക വ തആല അഅലം. അങ്ങനെ
ഫലമ്മ റജഉ ഇലാ അബീഹിം, അങ്ങനെ അവർ അവരുടെ ഉപ്പയുടെ അടുക്കലേക്ക് അവർ മടങ്ങിയപ്പോൾ ഖാലു, അവർ പറഞ്ഞു, യാ അബാന, ഞങ്ങളുടെ പിതാവേ, മുനിഅ മിന്നൽ ഖൈലു, ഞങ്ങൾക്ക് അളവ് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ തീരെ കിട്ടിയില്ല എന്നല്ല, മറിച്ച് ഇനി അങ്ങോട്ട് പോവേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് കണ്ടീഷനിലല്ലാതെ? ഫഅർസിൽ മഅന അഖാന നക്തൽ, അതുകൊണ്ട് ഫഅർസിൽ മഅന, ഞങ്ങളുടെ കൂടെ അടുത്ത ട്രിപ്പിൽ അയക്കണം. ആരെ? അഖാന, ഞങ്ങളുടെ സഹോദരൻ ബിന്യാമീനിനെ ഞങ്ങളുടെ കൂടെ അയക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അളന്നു തരികയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതാണ് അതിൻ്റെ ആ സെൻറ്റൻസിൻ്റെ അർത്ഥം. ഫഅർസിൽ മഅന അഖാന നക്തൽ, കതില യക്തലു കതലൻ, അഥവാ അളന്നു വാങ്ങുക. നക്തൽ, ഞങ്ങൾ അളന്നു വാങ്ങാം എന്ന് പറഞ്ഞാൽ ആ സഹോദരൻ്റെ ഓഹരി കൂടി ഞങ്ങൾക്ക് കിട്ടും, അതുകൊണ്ട് സഹോദരനെ കൂടി അയക്കണം. നക്തൽ, യക്തൽ എന്നൊരു പാരായണവുമുണ്ട്. യക്തൽ അഥവാ അവനും അവൻ്റെ അളവ് കിട്ടും, ഞങ്ങളുടെ സഹോദരനെ അയക്കുക. യക്തൽ, അവൻ്റെ കയ്യിൽ അവന് ലഭിക്കും, അവൻ്റെ അളവ് അവന് ലഭിക്കും. അല്ലെങ്കിൽ നക്തൽ, ഞങ്ങളുടെ മൊത്തം സഹോദരന്മാരുടെ അളവ് ഞങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ ഒരാളുടെ അളവ് കുറവാണ്, ബിന്യാമീനിൻ്റെ അളവ് കുറവാണ്, അവനെ കൊണ്ടുവന്നാലേ അവനുള്ള അളവ് നൽകൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ആർക്കും ലഭിക്കുകയില്ല അവനെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫഅർസിൽ മഅന അഖാന നക്തൽ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നിശ്ചയമായും ഞങ്ങൾ അവനെ സംരക്ഷിച്ചു കൊള്ളാം, ഞങ്ങൾ അവനെ ഹിഫ്ള് ചെയ്തു കൊള്ളാം. ഹിഫ്ള് എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക, സംരക്ഷിക്കുന്നവർക്കാണ് ഹാഫിൾ എന്ന് പറയുന്നത്. വ ഇന്നാ ലഹു ലഹാഫിളൂൻ, അവനെ ഞങ്ങൾ സംരക്ഷിക്കാം, അതുകൊണ്ട് സഹോദരനെ ഞങ്ങളുടെ കൂടെ അയക്കണം, ഞങ്ങൾ അവൻ്റെ ഓഹരി കൂടി അളന്നു വാങ്ങും. ഇല്ലെങ്കിൽ മുനിഅ മിന്നൽ ഖൈൽ, അളവ് ഞങ്ങൾക്ക് തടയപ്പെട്ടിരിക്കുന്നു എന്ന് അവർ ഉപ്പയോട് പറയുകയുണ്ടായി. അപ്പോൾ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചോദ്യം, ഖാല ഹൽ ആമനുകും അലൈഹി, ബിന്യാമീനിൻ്റെ വിഷയത്തിൽ ഞാൻ നിങ്ങളെ വിശ്വസിക്കുമോ? അമിന, ഇവിടെ അമിന യഅ്മനു അംനൻ, നിർഭയത്വം തോന്നുക, സുരക്ഷിതത്വം തോന്നുക, അതോടൊപ്പം വിശ്വസിക്കുക എന്ന ഒരർത്ഥവുമുണ്ട്. ആമന യുഅ്മിനു ഈമാനൻ എന്ന വേർഡല്ല, അമിന യഅ്മനു അംനൻ, അതാണ്. ഖാല ഹൽ ആമനുകും അലൈഹി, ബിന്യാമീനിൻ്റെ വിഷയത്തിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ സഹോദരൻ്റെ വിഷയത്തിൽ ഞാൻ നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് സുരക്ഷിതനായി തീരുമോ, എനിക്ക് സംതൃപ്തി ലഭിക്കുമോ? ഏതുപോലെയല്ലാതെ ഇല്ല കമാ അമീതുകും അലാ അഖീഹി മിൻ ഖബൽ, ഇതിനു മുമ്പ് ബിന്യാമീനിൻ്റെ സഹോദരൻ്റെ വിഷയത്തിൽ ഞാൻ നിങ്ങളെ വിശ്വസിച്ചതുപോലെയല്ലാതെ. കാരണം അന്നും നിങ്ങൾ പറഞ്ഞതെന്താണ്? ഞങ്ങളൊരു വലിയ സംഘമുണ്ട് എന്നിരിക്കെ ചെന്നായ പിടിക്കുകയോ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ഞങ്ങൾ സംരക്ഷിക്കുമെന്നാണ് അന്ന് നിങ്ങൾ പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾ സംരക്ഷിച്ചോ? നിങ്ങൾ സംരക്ഷിച്ചില്ല, നിങ്ങൾ വാക്കുപാലിച്ചില്ല, നിങ്ങളെ കൊണ്ടത് സാധിച്ചില്ല. അപ്പോൾ അന്ന് നിങ്ങളെ വിശ്വസിച്ച അതേ രൂപത്തിലല്ലാതെ ഇനി എനിക്ക് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് മക്കളോട് ഉപ്പ പറയുകയാണ്. ഖാല ഹൽ ആമനുകും അലൈഹി, അവൻ്റെ വിഷയത്തിൽ ഞാൻ നിങ്ങളെ വിശ്വസിക്കുകയോ? ഇല്ല കമാ അമീതുകും അലാ അഖീഹി മിൻ ഖബ്ലു, ഇതിനു മുമ്പ് ബിന്യാമീനിൻ്റെ സഹോദരനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ ഞാൻ നിങ്ങളെ വിശ്വസിച്ചതുപോലെയല്ലാതെ. എന്നാൽ അറിയുക, ഫല്ലാഹു ഖൈറുൻ ഹാഫിള, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല സംരക്ഷകനാകുന്നു. ഫല്ലാഹു, നിശ്ചയമായും അല്ലാഹു, ഖൈറുൻ ഹാഫിള, ഏറ്റവും നല്ല സംരക്ഷകനാകുന്നു. തീർന്നില്ല, വഹുവ, അവൻ അർഹമുർ റാഹിമീൻ, അല്ലാഹു അർഹമാകുന്നു. റഹീമിൻ്റെ ഏറ്റവും മുബാലഗത്ത് ആയ വസനാണത്. അർഹം, അക്ബർ, അഫ്അൽ വസനാണ്. അർഹം, ഏറ്റവും കരുണ കാണിക്കുന്നവൻ. ആരിൽ നിന്ന്? അർറാഹിമീൻ, കരുണ കാണിക്കുന്നവരിൽ. റാഹിം എന്ന് പറഞ്ഞാൽ ദുർറഹ്മ, റഹ്മത്തുള്ള ആൾക്കാണ് റാഹിം അല്ലെങ്കിൽ റഹീം എന്ന് പറയുന്നത്. വഹുവ അർഹമുർ റാഹിമീൻ, റാഹിമീങ്ങളിൽ ഏറ്റവും അർഹമായവൻ അല്ലാഹുവാണ്. ഫഹുവ ഖൈറുൻ, ഫല്ലാഹു ഖൈറുൻ ഹാഫിള, അവൻ ഏറ്റവും നല്ല സംരക്ഷകനുമാണ്.
ഈ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഈ ഒരു വാക്ക്, ഈ അവസാനത്തിൽ പറഞ്ഞ രണ്ട് വാക്കുകളുണ്ടല്ലോ, ഇതായിരിക്കണം ജീവിതത്തിലുടനീളം എന്നെയും നിങ്ങളെയും നയിക്കേണ്ടത്. ഈ പൊരുൾ മനസ്സിലാക്കിയ ഒരു വിശ്വാസി ജീവിതത്തിൽ എവിടെയും അക്ഷമനാവുകയില്ല, നിരാശപ്പെടുകയുമില്ല ഇൻഷാ അല്ലാഹ്. കാരണം അവർ പറയുകയാണ് എന്താണ്? വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ഞങ്ങൾ സംരക്ഷിച്ചോളാം. യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മറുപടി, നിങ്ങളുടെ സംരക്ഷണം എനിക്കറിയാം, പക്ഷേ അതിനേക്കാളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നത് എൻ്റെ റബ്ബിൻ്റെ ഹിഫ്ളാണ്. ഫല്ലാഹു ഖൈറുൻ ഹാഫിള, അള്ളാഹുവാണ് ഏറ്റവും നല്ല സംരക്ഷകൻ, നിങ്ങളല്ല. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. അള്ളാഹു സംരക്ഷിച്ചിട്ടുണ്ട് എൻ്റെ മകനെ. ആ പ്രതീക്ഷയാണത്. നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ല, പക്ഷേ എൻ്റെ റബ്ബ് ഏറ്റവും നല്ല സംരക്ഷകനാണ്. റഹ്മാനായ റബ്ബ് സംരക്ഷിച്ചിട്ടുണ്ടാകും. തീർച്ചയായും യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം അത് പറയുമ്പോൾ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം മിസ്റിലെ രാജകൊട്ടാരത്തിലെ ഉന്നതമായ പദവി വഹിക്കുന്ന സമയമാണ്. ഇത് പറയാൻ പറ്റിയ ഏറ്റവും നല്ല സമയം. ഫല്ലാഹു ഖൈറുൻ ഹാഫിള, അള്ളാഹു ഏറ്റവും നല്ല സംരക്ഷകനാണ്. പൊട്ടക്കിണറ്റിൽ നിന്ന് രാജകൊട്ടാരത്തിലെ ഉന്നത പദവിയിലേക്ക് സംരക്ഷിച്ചെടുത്ത അള്ളാഹു, നിങ്ങളെ കൊണ്ട് പറ്റിയത് പൊട്ടക്കിണറ്റിലിടാനാണ്. എൻ്റെ റബ്ബോ പൊട്ടക്കിണറ്റിൽ നിന്ന് ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നവനാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഹിഫ്ളിൻ്റെ കാര്യമൊന്നും പറയണ്ട. ഫല്ലാഹു ഖൈറുൻ ഹാഫിള, ഏറ്റവും നല്ല സംരക്ഷകൻ അള്ളാഹു ആകുന്നു. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട പരിശുദ്ധ ഖുർആനിലെ ഏതൊരായത്തും അവസാനിക്കുന്നത് ദൃഷ്ടാന്തങ്ങൾ കൊണ്ടാണ് എന്നാണ് മുഫസ്സിരിങ്ങൾ പറയുന്നത്. ഖുർആനിക വചനങ്ങളുടെ അവസാനങ്ങളൊക്കെ അത്ഭുതകരമായ ദൃഷ്ടാന്തങ്ങളാണ്, മഹനീയമായ തത്വങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഓരോ ആയത്തും അവസാനിക്കുന്നത്. എന്താണ്? ഫല്ലാഹു ഖൈറുൻ ഹാഫിള, അള്ളാഹു ഏറ്റവും നല്ല സംരക്ഷകനാണ്. അതിനുള്ള ഏറ്റവും വലിയ സബബ് എന്ന് പറയുന്നത് വഹുവ അർഹമുർ റാഹിമീൻ, കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും വലിയ റഹ്മത്ത് കാണിക്കുന്നവൻ അള്ളാഹുവാണ്. ആ കാരുണ്യം അവൻ്റെ അടിമകളെ ഏറ്റവും നന്നായി സംരക്ഷിക്കാൻ കാരണമായി തീരുന്നു. റഹ്മാനായ റബ്ബ് തീരുമാനിച്ചതാണത്. റഹ്മാനായ റബ്ബ് തീരുമാനിച്ചതാണത്. സൃഷ്ടികളെ സംരക്ഷിക്കുന്നു അള്ളാഹു. എന്തുകൊണ്ട്? സൃഷ്ടികളോടുള്ള കാരുണ്യത്തിൻ്റെ ഭാഗമായി. അതുപോലെ കരുണ കാണിക്കാൻ ഉമ്മാക്ക് കഴിയില്ല. ശ്രദ്ധിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അള്ളാഹു 100 കാരുണ്യം സൃഷ്ടിച്ചു, അതിൽ 99 തൻ്റെ അടുക്കൽ പിടിച്ചു വച്ചു, അതിൽ 1 മാത്രം സൃഷ്ടികളിലേക്ക് അയച്ചു. ഈ മഹാപ്രപഞ്ചത്തിൽ ജീവജാലങ്ങൾ ഉടലെടുത്തത് മുതൽ എത്രയാണോ വർഷങ്ങൾ, ആ വർഷങ്ങളിലായി ലോകത്തുള്ള സൂക്ഷ്മവും സ്ഥൂലവുമായ ഈ മഹാപ്രപഞ്ചം മുഴുവൻ റഹ്മാനായ റബ്ബിൻ്റെ കാരുണ്യത്തിലാണ് നിലകൊള്ളുന്നത്. വറഹ്മതി വസിഅത് കുല്ല ഷൈ, വറഹ്മതി വസിഅത് കുല്ല ഷൈ, എൻ്റെ കാരുണ്യം എല്ലാറ്റിലും വിശാലമായിരിക്കുന്നു, ജീവനുള്ളതിൽ മാത്രമല്ല. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ജീവനുള്ള വസ്തുക്കളിൽ പരിമിതമല്ല, ആത്മാവുള്ള വസ്തുക്കളിലും പരിമിതമല്ല, മറിച്ച് ജീവനുള്ളതിലും ഇല്ലാത്തതിലും ആത്മാവുള്ളതിലും ഇല്ലാത്തതിലും അചേതനമായ വസ്തുക്കൾ പോലും റഹ്മാനായ റബ്ബിൻ്റെ റഹ്മത്തിലാണ്. വറഹ്മതി വസിഅത് കുല്ല ഷൈ എന്നാണ് പറഞ്ഞത്. എല്ലാ വസ്തുക്കളിലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് വിശാലമായി നിൽക്കുന്നു. സൂര്യൻ്റെ സഞ്ചാരം, ചന്ദ്രൻ്റെ സഞ്ചാരം, അതിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങൾ, നക്ഷത്രങ്ങളുടെ നിലനിൽപ്പ്, ആറ്റങ്ങളുടെ വ്യവസ്ഥകൾ എല്ലാം റബ്ബിൻ്റെ റഹ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലകൊള്ളുകയാണ്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന എല്ലാ റഹ്മത്തും ഈ 100-ൽ 1 ഇനി പോകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൻ്റെ കുഞ്ഞിന് പരിക്ക് പറ്റും എന്ന് വിചാരിച്ചിട്ട് ഒരു കുതിര തൻ്റെ കുളമ്പ് ഉയർത്തി വെക്കുന്നത് പോലും ഈ 100-ൽ 1 കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. ഒരു കോഴിക്കുഞ്ഞ് അതിൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ഒളിപ്പിക്കുന്നിടത്തൊരു ഹിഫ്ളുണ്ട്. അതൊരു ഹിഫ്ളാണ്, ഒരു സംരക്ഷണമാണ്. ഈ ഹിഫ്ൾ എവിടെ നിന്നാണ്? അത് റഹ്മത്തിൽ നിന്നാണ്. ആ റഹ്മത്ത് എവിടെ നിന്നാണ്? റഹ്മാനായ റബ്ബ് സൃഷ്ടിച്ച 100 റഹ്മത്തിൻ്റെ ഒരു ഭാഗം മാത്രം. എന്നിരിക്കെ നമ്മുടെ ഉമ്മാക്ക് നമ്മെക്കുറിച്ചുള്ള വേവലാതിയേക്കാൾ റഹ്മാനായ റബ്ബിന് നമ്മുടെ സംരക്ഷണത്തിൻ്റെ ബാധ്യത റബ്ബ് ഏറ്റെടുത്തിരിക്കുന്നതാണ്. നമ്മൾ വിചാരിക്കും എൻ്റെ മകൻ്റെ വിഷയത്തിൽ എനിക്കാണ് ഏറ്റവും വലിയ ഉത്കണ്ഠ, അതുകൊണ്ട് ഞാൻ എൻ്റെ മകനെ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ ആരും സംരക്ഷിക്കാനുണ്ടാവില്ല എന്ന് വിചാരിക്കണ്ട.
മറിച്ച് ഒരു പിതാവിനേക്കാളും ഒരു മാതാവിനേക്കാളും ഒരു ഭാര്യയേക്കാളും ഒരു ഭർത്താവിനേക്കാളും ഒരു സുഹൃത്തിനേക്കാളും ഒരു ഭരണാധികാരിയേക്കാളും സൃഷ്ടികളോട് കാരുണ്യം റബ്ബിനാണ്. അതുകൊണ്ട് നമ്മുടെ മകൻ നഷ്ടപ്പെട്ടു, മകൾ നഷ്ടപ്പെട്ടു, പക്ഷേ സംരക്ഷിക്കുന്ന റാഹിമായ അർഹമുറാഹിമീനായ ഒരു റബ്ബിനെക്കുറിച്ചുള്ള നിരാശ ഉണ്ടാവരുത്. നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടാലും റബ്ബിൻ്റെ സംരക്ഷണം ഉണ്ടാവും. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലും അവൻ്റെ അറിവിലും അവൻ്റെ ഹിഫ്ളിലുമാണ് പ്രപഞ്ചത്തിലെ മുഴുവനും. നാം ഇല്ലാതായാലും നമ്മളില്ലെങ്കിലുമൊക്കെ അതുണ്ടാകും. നാം ആരും ശ്രദ്ധിക്കാതെ, നാം ആരും സംവിധാനിക്കാതെ തന്നെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ 3 ഇരുട്ടുകൾക്കുള്ളിൽ നിസ്സാരമായ ഇന്ദ്രിയത്തുള്ളിയായിരുന്ന അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ രൂപപ്പെടുത്തിയെടുത്തവനാണ് അള്ളാഹു. ഗർഭാശയത്തിൻ്റെ പേര് പോലും അറബിയിൽ എന്താണ്? റഹിം എന്നാണ്. റഹിം എന്ന് പറഞ്ഞാൽ ഗർഭാശയത്തിന് അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നുള്ള പേരാണ്. റഹിം കാരുണ്യത്തിൻ്റെ കേന്ദ്രം. അവിടെ നിന്നാണ് അള്ളാഹു അവൻ്റെ റഹ്മത്ത് കൊണ്ട് മാത്രമല്ലാതെ എങ്ങനെയാണ് മനുഷ്യനും മറ്റു കുഞ്ഞുങ്ങളുണ്ടായിത്തീരുന്നത്? റബ്ബിൻ്റെ റഹ്മത്താണ്. ആ റഹ്മത്ത് ഏറ്റവും അധികം പ്രകടമാകുന്ന സ്ഥലം ഗർഭാശയമായതുകൊണ്ട് അറബി ഭാഷയിൽ ഗർഭാശയത്തിന് റഹിം എന്ന് പേര് പറയും. അതിലൂടെ ഉണ്ടാകുന്ന കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്നത് അതിനും റഹിം എന്ന പേരാണ്. എന്താണ്? അതും റബ്ബിൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമാണ്. ആ സംരക്ഷണ വലയത്തിലാണ് നാം കുടുംബമാകുന്നത്. ഇല്ല എങ്കിൽ മറ്റു ജീവജാലങ്ങളിലൊന്നും ഈ സംവിധാനമല്ലല്ലോ, മനുഷ്യരിൽ മാത്രമാണുള്ളത്. എന്തുകൊണ്ട്? അള്ളാഹു അങ്ങനെ സംവിധാനിച്ചത് എന്നല്ലാതെ വേറെ ഒരു വ്യാഖ്യാനവും ഒരു സയൻസിനും നൽകാൻ കഴിയില്ല. എന്തുകൊണ്ട് മനുഷ്യൻ കുടുംബമായി കഴിയുന്നു? മാതാവ്, പിതാവ്, മക്കൾ, സഹോദരങ്ങൾ എന്നതൊക്കെ റബ്ബിൻ്റെ നിശ്ചയമാണ്. എങ്കിൽ റഹ്മാനായ റബ്ബിൻ്റെ കാരുണ്യവും അതിലുണ്ടാകും. അതുകൊണ്ട് തന്നെ മഹാനായ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മക്കളോട് പറഞ്ഞത് വല്ലാത്തൊരു വാക്കാണ്. നിങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞല്ലോ. അത് പറയുമ്പോൾ എനിക്ക് നിങ്ങളുടെ സഹോദരൻ്റെ കാര്യത്തിൽ നിങ്ങൾ ചെയ്തതുപോലെ മാത്രമേ എൻ്റെ മനസ്സിലേക്ക് വരുന്നുള്ളൂ. പക്ഷേ ആ സന്ദർഭത്തിൽ ഞാൻ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ നിങ്ങളുടെ കൂടെ അയച്ചപ്പോഴും ഇനി ഇൻഷാ അല്ലാഹ് ബിന്യാമീനിനെ നിങ്ങളുടെ വാക്ക് കേട്ട് നിങ്ങളുടെ കൂടെ അയക്കുമ്പോഴും എൻ്റെ മനസ്സിൽ നിങ്ങളുടെ ഡയലോഗിനേക്കാൾ ഉള്ളത് ഫല്ലാഹു ഖൈറുൻ ഹാഫിള, അള്ളാഹു ഏറ്റവും നല്ല സംരക്ഷകനാണ്. വഹുവ അർഹമുർ റാഹിമീൻ, കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും നന്നായി കരുണ കാണിക്കുന്നത് റബ്ബാണ്. ആ പടച്ച റബ്ബിൽ തവക്കുലാക്കിയിട്ട് ഇൻഷാ അല്ലാഹ് ഞാനത് ചെയ്യാമെന്നുള്ള ഒരു ചായ്വ്, ബിന്യാമീനിനെ അയക്കാമെന്നുള്ള ഒരു ചായ്വ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് പ്രകടമാവുകയുണ്ടായി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലമ്മ ഫതഹു മതാഅഹും, ഇതവർ വന്ന ഉടനെ തന്നെ ഈ ഭാണ്ഡങ്ങളൊക്കെ അയക്കുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്. അതിനുശേഷം അവർ കൊണ്ടുവന്ന വസ്തുക്കൾ അഴിക്കുകയാണ്. വലമ്മ ഫതഹു മതാഅഹും, ഫതഹ യഫ്തഹു ഫത്ഹൻ, തുറക്കുക. വലമ്മ ഫതഹു മതാഅഹും, അവരുടെ അവരുടെ വിഭവങ്ങൾ അവർ തുറന്നു നോക്കിയപ്പോൾ വജദു, അവർ കണ്ടെത്തുകയുണ്ടായി. വജദ യജിദു വിജ്ദൻ വവുജ്ദാന, വജദു ബിദാഅതഹും, അവരുടെ ബിദാഅത്ത്, അവരുടെ ചരക്കുകളെ അവർ കണ്ടു. റുദ്ദത് ഇലൈഹിം, അവരിലേക്ക് തന്നെ മടക്കപ്പെട്ടിരിക്കുന്നു. റദ്ദ യറുദ്ദു റദ്ദൻ, റുദ്ദ മടക്കപ്പെട്ടു, റുദ്ദത് ഇലൈഹിം അവരിലേക്ക് മടക്കപ്പെട്ടിരിക്കുന്നു. കൊണ്ടുപോയതൊക്കെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു നൽകപ്പെട്ടിരിക്കുന്നു. ഉടനെ തന്നെ ആഹ്ലാദത്തോടു കൂടി അവർ പറഞ്ഞു, ഖാലു, അവർ പറഞ്ഞു, യാ അബാന, ഞങ്ങളുടെ പിതാവേ, മാ നബ്ഗി, ഇനി നമുക്കെന്തു വേണം? മാദാ നത്ലുബ്, ഇനി നമുക്കെന്ത് വേണം? മാ നബ്ഗി, അബ്ഗി യബ്ഗി ഇബ്ഗാഅൻ, ആവശ്യപ്പെടുക, ആഗ്രഹിക്കുക. മാ നബ്ഗി ഐ മാദാ നത്ലുബ്, ഇനി നമുക്കെന്തു വേണം ഉപ്പ? ഹാദിഹി വിദാഅതുനാ റുദ്ദത് ഇലൈന, അത്രയും നേരം പറഞ്ഞ മഹാസിനുകൾക്ക് പുറമെ ഇതാ മറ്റൊരു നന്മ കൂടി ആ വ്യക്തിയിൽ നിന്ന്, മിസ്റിലെ കൊട്ടാരത്തിലെ മന്ത്രിയിൽ നിന്ന് ഇതാ മറ്റൊരു ആനുകൂല്യം കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്നു. നമ്മുടെ ചരക്കുകളൊന്നും പകരമായി എടുത്തിട്ടില്ല, ഇതൊക്കെ നമുക്ക് ഫ്രീ ആയി ലഭിച്ചിരിക്കുന്നു. ഹാദിഹി ബിദാഅതുനാ റുദ്ദത് ഇലൈന, നമ്മിലേക്ക് തന്നെ മടക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വനമീറു അഹ്ലന, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഇനിയും ഞങ്ങൾ ധാന്യം അന്വേഷിച്ചു പോകും. മാറ യമീറു മൈറ ഫഹുവ മാഇർ, മാറ യമീറു എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് വേണ്ടിയും
മറ്റു കാര്യങ്ങൾ വാങ്ങാൻ വേണ്ടിയും പോകുന്നതിനാണ് ആ വേർഡ് ഉപയോഗിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വരിക, ഇളകി മറയുന്നതിനും അത് പറയും. യൗമ തമൂറു സ്സമാഉ മൗറാ വതസീറുൽ ജിബാലു സൈറ, ആ വേർഡിൽ നിന്ന് വന്ന മറ്റൊരു രൂപമാണത്. അപ്പോൾ മാറ യമീറു എന്ന് പറഞ്ഞാൽ ഇബ്നു ജരീർ അത്ബരി റഹിമഹുല്ല പറഞ്ഞതുപോലെ വനമീറു അഹ്ലന ഐ നത്ലുബു ലി അഹ്ലിന തആമ. ഈ ബിളാഅത്ത് ഉപയോഗിച്ച് നമുക്ക് ഇനിയും ഭക്ഷണം വാങ്ങാം. കാരണം ഈ ബിളാഅത്ത് തിരിച്ചു കിട്ടി, ഇനി എന്തു കൊടുത്ത് ഭക്ഷണം വാങ്ങുന്നുള്ള ടെൻഷനില്ല, മറിച്ച് അത് തിരിച്ചു കിട്ടി, ഇതുപയോഗിച്ച് ഇനിയും നമുക്ക് ഭക്ഷണം വാങ്ങാലോ. വനമീറു അഹ്ലന വനഹ്ഫളു അഖാന, ഞങ്ങളുടെ സഹോദരനെ ഞങ്ങൾ സംരക്ഷിച്ചോളാം. ഒന്നുകൂടി ഉപ്പാനോട് പറയാണ്, വനഹ്ഫളു അഖാന വനസ്ദാദു കൈല ബഈർ, വനസ്ദാദു ഞങ്ങൾക്ക് അധികരിപ്പിച്ച് നേടാൻ പറ്റും. ഇസ്ദാദ എന്ന് പറഞ്ഞാൽ യസ്ദാദു ഇസ്ദിയാദൻ സിയാദ. വനസ്ദാദു കൈല ബഈരിൻ, ഒരു ബഈറിൻ്റെ അളവ് കൂടി കൂടുതൽ കിട്ടും. കാരണം സഹോദരനെ കൊണ്ടുപോയാൽ ആളുണ്ടെങ്കിലേ തരൂ എന്നതാണ് കണ്ടീഷൻ, ആളുണ്ടെങ്കിലേ നൽകുകയുള്ളൂ. അപ്പോൾ സഹോദരനെ കൊണ്ടുപോയാൽ വനസ്ദാദു കൈല ബഈർ, ഒരു ബഈർ, ഒരു ഒട്ടകപ്പുറത്ത് വഹിക്കാവുന്നത് കൂടുതൽ കിട്ടും. ദാലിക കൈലുൻ യസീർ, അത് വളരെ കുറഞ്ഞ ഒരളവാണെങ്കിലും അത് ലഭിക്കുമല്ലോ. ദാലിക കൈലുൻ യസീറുൻ, അത് യസീറായ ചെറിയൊരളവാണ്, എന്നാൽ പോലും അത്രയും വർദ്ധിപ്പിച്ച് കിട്ടുമല്ലോ. സഹോദരനെ പറഞ്ഞയക്കൂ, ആ മന്ത്രി വളരെ നല്ല ആളാണ് എന്ന് ഇതിലൂടെ തന്നെ മനസ്സിലായില്ലേ എന്നുള്ള നിലക്കാണ് അവർ സംസാരിക്കുന്നത്. വലമ്മ ഫതഹു മതാഅഹും, അങ്ങനെ അവർ അവരുടെ വിഭവങ്ങൾ തുറന്നു നോക്കിയപ്പോൾ വജദൂ ബിളാഅതഹും റുദ്ദത് ഇലൈഹിം, അവരുടെ ബിളാഅത്ത് ചരക്കുകൾ മടക്കപ്പെട്ടതായി അവർ കണ്ടു. ഖാലൂ യാ അബാന മാ നബ്ഗി, അവർ ചോദിച്ചു, പിതാവേ ഇനി നമുക്കെന്ത് വേണം? ഹാദിഹി ബിളാഅതുനാ റുദ്ദത് ഇലൈന, നമ്മുടെ ചരക്കുകളൊക്കെ നമുക്ക് മടക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് തന്നെ വനമീറു അഹ്ലന, വീണ്ടും നമ്മുടെ കുടുംബത്തിന് നമുക്ക് ഭക്ഷണം പോയി വാങ്ങി വരാൻ പറ്റും. വനഹ്ഫളു അഖാന, ഞങ്ങളുടെ സഹോദരനെ ഞങ്ങൾ നോക്കിക്കോളാം, അതുകൊണ്ട് നിങ്ങൾ സഹോദരനെ അയക്കണം. വനസ്ദാദു കൈല ബഈർ, ഒരു ഒട്ടകത്തിൻ്റെ അത്രയും അളവ് നമുക്ക് കൂടുതൽ സിയാദത്തായി ലഭിക്കും. ദാലിക കൈലുൻ യസീർ, അത് വളരെ ചെറിയ ഒരു അളവാണെങ്കിലും ശരി എന്ന് അവർ പറയുകയുണ്ടായി. അപ്പോൾ ഇത്രയും കാര്യങ്ങളായപ്പോൾ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അവർ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ ഒരു കണ്ടീഷൻ കൂടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിന് തയ്യാറാവുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഖാല, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ലൻ ഉർസിലഹു മഅക്കും, അർസല യുർസിലു ഇർസാല, ലൻ ഉർസിലഹു മഅക്കും, ഞാൻ അവനെ നിങ്ങളുടെ കൂടെ അയക്കുകയില്ല. ഹത്താ തുഅ്തൂനി മൗസിഖൻ മിനല്ലാഹ്, ഹത്താ തുഅ്തൂനി ആതാ യൂതി ഈതാഅൻ, ഹത്താ തുഅ്തൂനി, നിങ്ങൾ എനിക്ക് നൽകുന്നതുവരെ, എന്ത് നൽകുന്നതുവരെ? മൗസിഖൻ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള ഒരു വഅദ്, ഒരു കരാറ് നിങ്ങൾ നൽകുന്നതുവരെ. മൗസിഖ് എന്ന് പറഞ്ഞാൽ വസിഖ എന്നതിൻ്റെ മസ്ദറാണ്. എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക, കരാറിലേർപ്പെടുക, ശക്തമായ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുക, ആ നിലക്കൊക്കെയുള്ള കാര്യത്തിനാണ് വസിഖ എന്ന് പറയുന്നത്. മൗസിഖ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് വഅദ് വൽ അഹ്ദ്, കരാർ, വ്യക്തമായൊരു കരാർ. മിനല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുള്ള കരാർ അവർക്ക് വാങ്ങിയെടുക്കാൻ പറ്റില്ല. പിന്നെ എന്താണ് ഉദ്ദേശം? അള്ളാഹുവിൽ ആണയിട്ട് സത്യം ചെയ്ത് നിങ്ങൾ പറയണം എന്നാണ്. അള്ളാഹുവിൽ ആണയിട്ട് സത്യം ചെയ്ത് നിങ്ങൾ പറയണം. ഹത്താ തുഅ്തൂനി മൗസിഖൻ മിനല്ലാഹ്, അള്ളാഹുവിൽ ആണയിട്ട് സത്യം ചെയ്ത് നിങ്ങൾ എനിക്ക് വാക്ക് നൽകണം, നിങ്ങൾ എനിക്ക് കരാറ് നൽകണം. എന്താ കരാറ്? ലതഅ്തുന്നനി ബിഹി, അവനെ ഞങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന്. അഥാബി എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക. ലതഅ്തുന്നനി ബിഹി, നിശ്ചയമായും അവനെ നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരും, അള്ളാഹുവാണേ എന്ന് നിങ്ങൾ റബ്ബിൻ്റെ പേരിൽ ആണയിട്ട് എനിക്ക് കരാർ നൽകണം, വാക്ക് നൽകണം.
ഏത് കണ്ടീഷനിലൊഴികെ? ഇല്ലാ അൻ യുഹാത ബിക്കും, നിങ്ങളെ വലയം ചെയ്യുന്ന ഒരു മുസീബത്ത് നിങ്ങളെ ബാധിച്ചില്ലെങ്കിൽ ഒഴികെ. അഹാത യുഹീതു ഇഹാത, ഇല്ലാ അൻ യുഹാത ബിക്കും, ഒരു നിലക്കും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത വല്ലതും നിങ്ങളെ വലയം ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് വാക്ക് തരണം. ഫലമ്മ ആതൗഹു മൗസിഖഹും, അങ്ങനെ ഫലമ്മ ആതൗഹു മൗസിഖഹും, അങ്ങനെ അവർ അദ്ദേഹത്തിന് അവരുടെ മൗസിഖ് അഥവാ അവരുടെ അഹ്ദ്, അവരുടെ ഖരാർ, അവരുടെ വഅദ്, അവരുടെ ഹലിഫ്, അവരുടെ സത്യം ചെയ്യൽ നൽകിയപ്പോൾ ഖാല, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഖാലല്ലാഹു അലാ മാ നഖൂലു വക്കീൽ, നാം പറയുന്നതിൽ ഞാൻ അള്ളാഹുവിനെ സാക്ഷിയാക്കുന്നു. കാരണം അത് അവർ മാത്രം അറിയുന്നൊരു സംഭാഷണമാണ്. അവിടെ ആരാണ് സാക്ഷി? അദ്ദേഹം പറയുന്നു ഖാല അല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അലാ മാ നഖൂലു, നാം എന്താണോ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ വിഷയത്തിൽ അള്ളാഹു വക്കീലാണ്, അള്ളാഹു സാക്ഷിയാണ്, ഷഹീദാണ്, റഹ്മാനായ റബ്ബ് അറിയുന്നുണ്ട്. ആ നിലക്ക് നിങ്ങൾ എനിക്ക് ഒരു കരാറ് നൽകണം എന്ന് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം മക്കളോട് പറയാണ്. ഇത്തരം ഒരു കരാറ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു അനുഭവം കാരണം രണ്ടാമത്തെ കേസിൽ അദ്ദേഹം പറയുകയാണെന്ത്, വ്യക്തമായൊരു കരാറ് നിങ്ങൾക്ക് തന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ അയക്കാം. എന്താ കരാറ്? ലതഅ്തുന്നനി ബിഹി, ഞങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യും. എന്നാൽ പോലും മഹാന്മാരായ പ്രവാചകന്മാരുടെ വാക്കുകളിൽ ഒരിക്കലും നിങ്ങൾക്ക് സഹോദരങ്ങളെ അനീതിയോ കഴിയാത്ത കാര്യമോ ഉണ്ടാവുകയില്ല. കാരണം പ്രവാചകന്മാർ സംസാരിക്കുന്നത് അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ നിർദ്ദേശങ്ങളുടെയും ഇൽമിൻ്റെയും അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഭാവിയെക്കുറിച്ച് 100% കരാർ കൊടുക്കാൻ പറ്റുമോ? സാധ്യമല്ല. എത്ര സത്യസന്ധരാണെങ്കിലും ഞാൻ നാളെ എങ്ങനെ ചെയ്തോളാം എന്നത് ഉറപ്പാണ് എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അവർ മുമ്പേ ചെയ്തിട്ടും ഈ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടും ഇനി അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടി പറയുന്ന കരാറ് പറയുന്നിടത്ത് പോലും ആ നീതി നോക്കൂ നിങ്ങൾ. എന്താ പറഞ്ഞത്? ഇല്ലാ അൻ യുഹാത ബിക്കും, നിങ്ങളെക്കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത നിലക്കൊരു മുസീബത്ത് നിങ്ങളെ ബാധിച്ചാൽ ആ വിഷയത്തിൽ ഞാൻ നിങ്ങളെ കുറ്റക്കാരനാക്കൂല. നോക്കൂ നിങ്ങൾ, ആ ഉപ്പയുടെ നീതിബോധമാണ്. കാരണം ആ നിലക്ക് നിങ്ങൾ ഒരു സംഘത്താൽ നിങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ ശക്തമായ മഴയിലോ കൊടുങ്കാറ്റിലോ ഭൂകമ്പത്തിലോ നിങ്ങളെല്ലാവരും മരണപ്പെട്ടുപോയി, അല്ലെങ്കിൽ ശത്രു സൈന്യം ഒന്നടങ്കം നിങ്ങളെ പിടിച്ചുകൊണ്ടുപോയി, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ജയിലിലടക്കപ്പെട്ടു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം പറയാണ്, നിങ്ങൾ ബേജാറാവണ്ട. എന്താണ്? ഇല്ലാ അൻ യുഹാത ബിക്കും, നിങ്ങൾ എല്ലാ നിലക്കും ബുദ്ധിമുട്ടിൽ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും കൊണ്ടുവരണം. മഹാനായ ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം അതിന് നൽകിയ തഫ്സീർ ഇല്ലാ അൻ യുഹാത ബിക്കും ഐ ഇല്ലാ അൻ തഹ്ലികൂ ജമീആ, നിങ്ങളെല്ലാവരും ഹലാക്കിലായിപ്പോയി, മരിച്ചുപോയി, അല്ലെങ്കിൽ അപകടം പറ്റിയെങ്കിൽ അപ്പോൾ ഈ കരാറ് പാലിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അദ്ദേഹത്തിൽ നിന്ന് ഇസ്തിസ്നാ ലഭിക്കുകയാണ്. ഖാല ഖതാദ റഹിമഹുല്ലാഹ് ഇല്ലാ അൻ യുഹാത ബിക്കും ഐ ഇല്ലാ അൻ തുഗ്ലബു ഹത്താ ലാ തുതീഖു ദാലിക്, നിങ്ങൾ കീഴ്പ്പെടുത്തപ്പെടുകയും ഈ കരാർ പാലിക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ തോറ്റുപോവുകയും ചെയ്താൽ പിന്നെ നിങ്ങൾ അധിക്ഷേപാർഹരല്ല. അതല്ലാത്ത കാലത്തോളം നിങ്ങൾ അവനെ എനിക്ക് കൊണ്ടുവന്ന് തരും എന്ന് നിങ്ങൾ എനിക്ക് വാക്ക് നൽകണം എന്ന് മഹാനായ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറയുകയാണ്. അതിനുശേഷമുള്ള മറ്റു കാര്യങ്ങൾ ഇൻഷാ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് ചെയ്താൽ അടുത്ത ദർസിൽ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വേദഗ്രന്ഥം പാരായണം ചെയ്യുകയും പഠിക്കുകയും അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഇരുലോകത്തും വിജയം വരിക്കുന്ന ആളുകളിൽ ഉൾപ്പെടുത്തി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തട്ടെ. വിജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ, ഖുർആൻ പഠനത്തിൻ്റെ ഈ മജ്ലിസ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.